മക്കളെ വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.5 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. നമുക്കിവിടെ കുറച്ച് നമ്പേഴ്സുകൾ ഒരു 4 എക്സ്പോണന്റ് നമ്പറുകൾ ഫൈൻഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ 9^3/2. അപ്പോൾ 9^3/2 എന്നാണ്. നമ്മൾ എപ്പോഴും ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ഡിനോമിനേറ്റർ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ 9 എന്തിൻ്റെ സ്ക്വയർ ആണ്? 3ൻ്റെ സ്ക്വയർ ആണ് 9. അപ്പം 9 നമ്മളിതാ 3² എന്ന് മാറ്റിയിട്ട് ഈ ഒരു ഫോർമാറ്റിലോട്ട് കൊണ്ടുവന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻m n എന്നുള്ളതാണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് 3 ആണ്, എമ്മിൻ്റെ സ്ഥാനത്ത് 2 ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് 3/2 ആണ്. അപ്പോൾ എങ്ങനെ വരും? 3^2 × 3/2 എന്ന് വരും. ഇനി 2 × 3 6 ആണ്, 6/2 എന്ന് കിട്ടും. 6/2 എത്രയാണ്? 3 ആണ്. അപ്പോൾ 3³ ഇത് നമ്മളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. അഥവാ 3നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. 3നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 3 9 എന്ന് കിട്ടും. വീണ്ടും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇറ്റ്സ് 27 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തിൻ്റെ ആൻസർ എത്രയാ? 27 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ 32^2/5. ഇവിടെ ഡിനോമിനേറ്ററിൽ 5 ആണ്. അപ്പോൾ 32 ഏത് നമ്പറിനെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 32 കിട്ടുക? ദാ 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32, 1 2 3 4 5. 2നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 32 കിട്ടുക. അപ്പം 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 2^5 എന്ന് എഴുതാം. ഇപ്പം നമ്മളുടെ ഈ ഐഡൻറ്റിറ്റി ആയി a⁻m⁴n. അതെന്ന് പറയുന്നത് a⁻mn ആണ്. അപ്പം 2^5 × 2/5. 5 × 2 എത്രയാ? 10. അപ്പം 10/5. 10/5 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ആണ്. 2^2 എത്രയാ? 4 ആണ്. ഓക്കെ, അടുത്തത് 16^3/4 എന്ന് കിട്ടും. ആ 16നെ നമ്മൾ 4² എന്ന് എഴുതി. ഇനിയിപ്പം നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് ഇങ്ങനെ വേണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. 4² എന്ന് കിട്ടി. 4² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2^4 മാറ്റി. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ മാറിയതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ, അതാണ് സംഭവം. ഡിനോമിനേറ്റർ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഈ നമ്പറിനെ ഒരു നമ്പറിനെ 4 വട്ടം ഗുണിച്ചാൽ 16 കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന നമ്പർ ഏതാന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ 2 × 2 4 ആണ്, 4 × 2 8 ആണ്, 8 × 2 16 ആണ്. കണ്ടോ, 2 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 16 ആണ് കിട്ടുക. അപ്പോൾ 2^4 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയാണ്ട് അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 കിട്ടും. ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 2 × 3 6 ആണ്, 6/4. വീണ്ടും ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷണൽ നമ്പർ വരും. അപ്പോൾ വീണ്ടും നമ്മൾ 4നെ മാറ്റണം. അത് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ മാറ്റിയെന്നുള്ളൂ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2² ആണ്. അപ്പോൾ 2² എന്ന് പറയുമ്പോൾ 2^4. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ആലോചിച്ചാലും മതി, ഈ സ്റ്റെപ്പ് ചെയ്താതെ. അപ്പോൾ 2^4 × 3/4 എന്ന് വരും. അപ്പോൾ 2^4 × 3/4, 4 × 3 12 ആണ്. അപ്പോൾ 12/4 3 എന്ന് കിട്ടും. 2^3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 8 ആണ്.